السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതലുള്ള 10 ദിനങ്ങളിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി അതിന്റെ മഹത്വത്തെ സംബന്ധിച്ചും ആ ദിനങ്ങളെ ആദരിച്ചുകൊണ്ട് ആരാധനകളിൽ സജീവത പുലർത്തേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചുമൊക്കെ വിശ്വാസികൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ എന്ന് പറഞ്ഞ സൂറത്തുൽ ഫജ്റിന്റെ ആരംഭത്തിൽ പറഞ്ഞ ലയാലിൻ അശ്ർ 10 രാവുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രബലമായ അഭിപ്രായം എന്ന രൂപത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും ഇമാം അബൂ ദാവൂദും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യാനി അയ്യാമൽ അശ്ർ. ഏതു ദിനങ്ങളും ആ ദിനങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടില്ല ഈ ദിനങ്ങളല്ലാതെ. അപ്പൊ ഈ ദിവസങ്ങളിൽ അമല് ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റു ദിനങ്ങളിലേതൊന്നും ഇഷ്ടപ്പെടുന്നതല്ല. യാനി അയ്യാമൽ അശ്രി, ദുൽഹിജ്ജയിലെ 10 ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. ആ 10 ദിവസത്തെ ആരാധനകൾ വലിയ ഇഷ്ടം അള്ളാഹുവിന്റേത് നേടിത്തരുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് എന്ന് ചുരുക്കം. ഖാലു, ദുൽഹിജ്ജയുടെ 10 ദിനത്തിന്റെ പ്രാധാന്യം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, നബിയെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരവും മറ്റു സമയങ്ങളിൽ ചെയ്യുന്നത് അള്ളാഹുവിന് ഇത്രയും ഇഷ്ടമുള്ള കാര്യമല്ലയോ? അഥവാ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിൽ ആരാധന നടത്തുന്ന ആ സ്ഥാനത്തേക്ക് മറ്റു കാലങ്ങളിൽ നമ്മൾ യുദ്ധം ചെയ്താൽ അതും എത്തുകയില്ലയോ എന്ന്. ഖാല, മുത്തനബി പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും ഈ ദിനങ്ങളിലുള്ള ആരാധനയുടെ അത്ര ഇഷ്ടത്തിന്റെ വിഷയത്തിൽ എത്തുകയില്ല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വ മാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈഇൻ, ഒരാളൊഴിച്ച് അവനവന്റെ സമ്പത്തും ശരീരവും കൊണ്ട് യുദ്ധരംഗത്തേക്ക് പുറപ്പെടുകയും അതിൽ നിന്നൊന്നും മടങ്ങി വരാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. വെച്ചാൽ അവന്റെ സമ്പത്തും ശരീരവും അള്ളാഹുവിനു വേണ്ടി ആ യുദ്ധക്കളത്തിൽ സമർപ്പിക്കാനുള്ള സൗഭാഗ്യം അവന് ലഭിച്ചുവെങ്കിൽ അതേതു കാലത്തായാലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സുഹൃതമായി മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഈ 10 ദിനങ്ങൾ, ദുൽഹിജ്ജയുടെ 10 ദിനങ്ങൾ ആരാധനക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ വിശ്വാസികൾ ഈ സീസണെ ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തണം. പുണ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിഗണിച്ചിട്ടുള്ള നാളുകളാണിത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയത് കാണാം. വല്ലദീ യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജ, ഈ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങൾക്ക് ഇത്രയും വലിയ പ്രാധാന്യം വന്നതിന്റെ കാര്യമായിട്ട് മനസ്സിലാവുന്നത് ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, ആരാധനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകൾ എന്ന് പറഞ്ഞാൽ വഹിയ സ്വലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജു, നോമ്പും അതേപോലെ തന്നെ നിസ്കാരവും അതുപോലെ സദഖയും അതുപോലെ ഹജ്ജും. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളെല്ലാം ഈ ദിനങ്ങളിൽ ഒത്തുകൂടുന്നുണ്ടല്ലോ. മറ്റു ആരാധനകളൊക്കെ മറ്റു സമയങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഹജ്ജ് എന്ന് പറയുന്നത് ഈ സമയത്ത് മാത്രമല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് അതും കൂടെ സമ്മേളിക്കുന്ന ഏറ്റവും വിശേഷാൽ സന്ദർഭമാണത്. അതുകൊണ്ടാണ് ആ സമയത്തിന് ഇത്രയും പ്രാധാന്യം കടന്നു വന്നിട്ടുള്ളത് എന്ന്. അപ്പൊ ഈ വിവരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ ദിവസങ്ങളെ പ്രത്യേകം വിശ്വാസികൾ ഗൗരവത്തിൽ തന്നെ പരിഗണിക്കണം. സജീവമായ ആരാധനകളിൽ മുഴുകണം. മൊത്തത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള എല്ലാ പുണ്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്നർത്ഥം. സാധാരണയിലുള്ളതിനേക്കാൾ കൂടുതൽ ഖുർആൻ പാരായണം നടത്തണം. അതേപോലെ തന്നെ സുന്നത്ത് നോമ്പ് ദുൽഹിജ്ജയുടെ 1 മുതൽ
9 വരെയുള്ള ദിവസങ്ങളിലും വളരെ ശക്തിയായ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ദുൽഹിജ്ജ 8ഉം 9ഉം വളരെ ശക്തിയായിട്ടുള്ള സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ രേഖപ്പെടുത്തി മുത്തുനബിന്റെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട്. ദുൽഹിജ്ജ 9ന്റെ അറഫാ ദിനത്തിന്റെ നോമ്പ് അത് 2 വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള വലിയ സുഹൃതമാണെന്ന് കൂടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ നമ്മൾ പൊതുവിൽ ആരാധനകൾ എല്ലാ നന്മകളും വർദ്ധിപ്പിക്കണം. പ്രത്യേകമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 9 ദിവസത്തെ നോമ്പിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാനായി നബി സല്ലല്ലാഹു തങ്ങൾ ഈ സമയത്ത് പഠിപ്പിക്കുകയാണ് തക്ബീർ, തഹ്ലീൽ, തസ്ബീഹ്, തഹ്മീദ് എന്നിവ വർദ്ധിപ്പിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് തന്നെ ഹദീസിൽ വന്നിട്ട് ഫഅക്സിറു ഫീഹിന്ന. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അത്തഹ്മീദ് വ തക്ബീർ വ തഹ്ലീൽ, ഹംദും അൽഹംദുലില്ലാ എന്നതും അതേപോലെ സുബ്ഹാനല്ലാഹ് എന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും അല്ലാഹു അക്ബർ എന്നതുമൊക്കെ ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കണം. തക്ബീറിന്റെ സജീവത കൊണ്ട് ഈ ദിനങ്ങളെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയും ഒക്കെ സജീവമാക്കുകയും അങ്ങാടികളിലും വീടുകളിലുമൊക്കെ ആ തക്ബീറിന്റെ അതേപോലെ ദിക്റുകളുടെ ആ പ്രൗഢമായിട്ടുള്ള പ്രകമ്പനം കേൾക്കാൻ സാധിക്കുന്ന സാഹചര്യം സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നു എന്നൊക്കെ ഇമാം ബുഖാരി അടക്കം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സജീവമായി തക്ബീർ, തഹ്ലീൽ, അദ്കാറിന്റെ വിഷയത്തിലുള്ള സജീവത ഈ സമയത്തുണ്ടാകണമെന്ന് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. വയദ്കുറു സ്മല്ലാഹ്, അവർ അള്ളാഹുവിന്റെ നാമം പറയുക, ദിക്ർ ചൊല്ലുക, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക ഫി അയ്യാമിൻ മഅലൂമാത്ത്, അയ്യാം അറിയപ്പെട്ട ദിനങ്ങളിൽ. ഈ അറിയപ്പെട്ട ദിനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ 10 കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അയ്യാമുത്ത തശ്രീഖിന്റെ ദിനങ്ങൾ അതും വലിയ പ്രാധാന്യത്തോടുകൂടെ തന്നെ ദിക്റിന്റെ വിഷയത്തിൽ പരിഗണിക്കേണ്ടതാണ്. വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന് ദിക്ർ ചൊല്ലണമെന്ന് ബഹുമാനപ്പെട്ട ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 203-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പിച്ചതിന്റെ ഉദ്ദേശ്യം അത് അയ്യാമുത്ത തശ്രീഖിന്റെ അഥവാ ദുൽഹിജ്ജ 11, 12, 13 ദിനങ്ങളാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തക്ബീറുകൾ, മറ്റ് ദിക്റുകളൊക്കെ സജീവമാക്കി കൊണ്ട് നടക്കുക എന്നത് ഈ ദിനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലിയായി നമ്മൾ മാറ്റിയെടുക്കണം. ഏറ്റവും ആരാധനക്ക് സജീവതയുള്ള സമയമായതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നല്ല കാര്യങ്ങളിൽ പരമാവധി മുഴുകാൻ ശ്രമിക്കണം. മഹാന്മാരായ അഫ്സാൽ ഇമാമിനെ പോലുള്ള മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യനെ അള്ളാഹു തആല തൃപ്തിപ്പെട്ടു എന്നതിന്റെ അടയാളം ആ മനുഷ്യന് നല്ല ദിനങ്ങളെയൊക്കെ പ്രത്യേകം ആരാധന കൊണ്ട് സജീവമാക്കാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു തആല നൽകലാണ്. അപ്പോ ഈ നല്ല ദിനങ്ങളൊക്കെ നമ്മിലേക്ക് വന്നെടുക്കുമ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ഇബാദത്തിന്റെ സജീവതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി നമുക്കെല്ലാവർക്കും തന്നെ ഇത് ഉപയോഗപ്പെടുത്താനുള്ള, മുതലാക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയും ശൈലിയും നമ്മൾ കൊണ്ടു നടക്കണം. ഹജ്ജിന് പോകാത്ത ആളുകളൊക്കെ അവരവരുടെ നാടുകളിൽ നിന്നുകൊണ്ട് ആ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകാൻ ഭാഗ്യം കിട്ടിയവരുടെ ആ മഹത്തായ സൗഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കുകയും നന്മയുടെ വിഷയത്തിൽ കുറച്ചെങ്കിലും അവരോടൊപ്പം ചേരാൻ എന്നെക്കൊണ്ടാവും വിധത്തിൽ പരിശ്രമിക്കണമെന്ന ചിന്ത കൊണ്ടു നടക്കുകയും വേണമെന്ന് കൂടി ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഉദ്ഹയ്യത്ത് എന്ന മഹത്തായ കർമ്മം, അതും ഈ ദിനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നമ്മുടെ കരുത്തിന്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ പ്രത്യേകം ഓർക്കുക, പരമാവധി ഖൈറുകൾ വർദ്ധിപ്പിക്കുമെന്ന തീരുമാനത്തിലെത്തുക, ഈ സമയങ്ങളെ നന്നായി മുതലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, നല്ല സന്ദർഭങ്ങളെയും സമയങ്ങളെയും ഒക്കെ ബഹുമാനിക്കുക എന്നത് ആ സമയങ്ങളിലെല്ലാമുള്ള ആരാധനാകർമ്മങ്ങളുടെ സജീവത കൊണ്ട് അത് മുതലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നാണ് അതിന്റെ താല്പര്യം.
ആ താൽപര്യത്തെ നമുക്ക് എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്താൻ അടുത്ത ദുൽഹിജ്ജ 10 ദിനങ്ങളിൽ ജീവിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ലഭ്യമായിട്ടുള്ള അവസരത്തെ മുതലാക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടാൻ സജീവമായ ശ്രദ്ധയുണ്ടാവണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.